ഹായ് ഓൾ, ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നിങ്ങളെൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് തന്ന എല്ലാ സപ്പോർട്ടും തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ആദ്യമേ ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ തുടർച്ചയായി കണ്ടാൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇടുന്ന എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായി കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പറഞ്ഞിരുന്നത്. അതൊരു ഇൻട്രോ മാത്രമായിരുന്നു, അതായത് ജസ്റ്റ് അതിൻ്റെ ഒരു ബൈഫർക്കേഷൻ മാത്രമാണ് പറഞ്ഞത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നൗണ്, പ്രൊനൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, ഇന്റർജെക്ഷൻ, കൺജങ്ഷൻ, അങ്ങനെ പ്രിപ്പോസിഷൻ, അങ്ങനെ അതിൻ്റെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കുറച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കത് ഓരോന്നും, അതായത് ആ പാർട്സ് ഓഫ് സ്പീച്ച് 8 അത് ഓരോന്നും അതിൻ്റെ യൂസേജസ്, അതെങ്ങനെയാണ്, എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൂടെ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞത് നൗൺ, നാമത്തെ പറ്റിയിട്ടായിരുന്നു അല്ലേ. ആ നാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഇതെല്ലാം നാമത്തിൽ പെടുന്നു അല്ലേ. അപ്പം ഈ നാമത്തിനെ തന്നെ നമ്മൾ വീണ്ടും കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ലൈഡിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് 8 ടൈപ്പ് ഓഫ് നൗൺ, 8 അല്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്. നമ്മൾ എടുക്കുകയാണെങ്കിൽ കോമൺ, പ്രോപ്പർ, അബ്സ്ട്രാക്ട്, കോൺക്രീറ്റ്, മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. അത് കാറ്റഗറൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചുരുക്കി നമുക്ക് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് ഭാഗങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ കോമൺ നൗൺ. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് അല്ലെ. കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുവായിട്ട് നമ്മൾ പറയുന്നത്. ഇത് നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, എക്സെട്ര, അതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ഈ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് എ സ്പെസിഫിക് കാറ്റഗറി. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ടീച്ചർ, അല്ലെങ്കിൽ ഫ്ലവർ, റിവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് എല്ലാ പൂക്കളെയും നമുക്ക് എന്ത് പറയാം, ഫ്ലവർ എന്ന് പറയാം അല്ലെ. റോസ് ഒരു ഫ്ലവറാണ്, ജാസ്മിൻ ഒരു ഫ്ലവറാണ്, ഹിബിസ്കസ് ഒരു ഫ്ലവറാണ്. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും കൂടി കോമൺ ആയിട്ട് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും, ഫ്ലവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും അല്ലെ. ഫ്ലവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ജനറൽ നെയിം നിങ്ങളിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ജനറൽ, എ ജനറൽ നെയിം ഫോർ എ പേഴ്സൺ, പ്ലേസ്, തിങ്, എക്സെട്ര. അതാണ് കോമൺ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക, ഒരു സ്പെസിഫിക് കാറ്റഗറി. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഈ കോമൺ നൗൺ എന്ന് പറയുന്നത് ജനറൽ ആണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആണ്. അതായത് ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജാസ്മിനും ഹിബിസ്കസും റോസും എല്ലാം ഫ്ലവറിൽ വരുന്നതാണ്. ലോട്ടസ് ഒക്കെ ഫ്ലവർ ആണ് അല്ലെ. പക്ഷെ ലോട്ടസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതെന്താണ്, ഒരു സ്പെസിഫിക് നെയിമാണ് അല്ലെ. ലോട്ടസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു റോസ് എന്ന് പറയുന്ന ഒരു പൂവിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ്. പക്ഷെ റോസ് എന്ന് പറഞ്ഞാലോ അത് റോസ് എന്ന് പറയുന്ന പൂവിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കോമൺ എന്ന് പറഞ്ഞാൽ റോസ്, അല്ലെങ്കിൽ ഹിബിസ്കസ്, ജാസ്മിൻ, ലോട്ടസ് ഇതേപോലെയുള്ള ഫ്ലവറുകളെ മൊത്തത്തിൽ കോമൺ ആയിട്ട് പറയുന്നതാണ് കോമൺ നൗൺ. സ്പെസിഫിക് ആയിട്ട് റോസ് അല്ലെങ്കിൽ ലോട്ടസ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും, പ്രോപ്പർ നൗണിൽ വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ, അതായത് ഒരാളെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ്, അയാളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് തൊട്ട് നോക്കിയിട്ടോ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ ഒരാള് ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്, അത് അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ. ഇനിയിപ്പോൾ അതല്ല സ്നേഹം, അല്ലെങ്കിൽ ധൈര്യം, ബ്രേവറി, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്, ബാല്യം, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് ഒരാളുടെ. അത് നമുക്ക് തൊട്ട് നോക്കിയിട്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത ചില ക്വാളിറ്റീസ്, അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ ഇതിലാണ് വരുന്നത്, അബ്സ്ട്രാക്ട് നൗണിലാണ്. ഫോർ എക്സാമ്പിൾ കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധൈര്യമാണ് അല്ലെ. വിസ്ഡം, ഒരാളുടെ ബുദ്ധി നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാളുടെ ക്രൂവാലിറ്റി, അത് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെ വരുന്ന ആണ് എന്ത്, അബ്സ്ട്രാക്ട് നൗണിൽ ഉൾപ്പെടുന്നത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്.
അതായത് നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ 5 സെൻസ് കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയില്ല, തിരിച്ചറിയാൻ പറ്റാത്തതാണ്. പക്ഷെ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് എന്ത് പറയുന്നത്, കോൺക്രീറ്റ് നൗണിൽ വരുന്നത്. ഇപ്പൊ ചെയർ, നമുക്ക് തൊട്ട് നോക്കിയാൽ അത് ചെയർ ആണെങ്കിൽ, കണ്ടു കഴിഞ്ഞാൽ തൊട്ട് നോക്കിയാൽ അറിയാം, മനസ്സിലാവില്ല അത് ചെയർ ആണെന്നുള്ളത്. ടേബിൾ, ആപ്പിൾ, ഇതൊക്കെ കോൺക്രീറ്റ് നൗൺ ആണ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ആദ്യത്തെ 4 കാറ്റഗറിയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞു. ഒന്ന് കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കാറ്റഗറി, പൊതുവായിട്ടുള്ള ജനറൽ നെയിമാണ്. രണ്ടാമത് വരുന്നത് പ്രോപ്പർ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, ഇപ്പൊ നമ്മളുടെ പേര് നമ്മളൊരു ഐഡന്റിറ്റിയാണ് അല്ലെ, ആ പർട്ടിക്കുലർ നെയിം. അല്ലെങ്കിൽ ഇപ്പൊ റിവർ, റിവർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അതിൽ തന്നെ നൈൽ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ആണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ കോമൺ കാറ്റഗറിയാണ്, കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷെ റോസ് ആണെങ്കിലോ അതിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് റോസ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇനി അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്ത, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത നൗൺസ് ആണ് ഇത്, അബ്സ്ട്രാക്റ്റ് നൗൺ. ഇനി 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗൺ അല്ലെ. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന, ടച്ച് ചെയ്തിട്ടും കണ്ടിട്ടും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന തിങ്സ്, അതാണ് എന്ത്, കോൺക്രീറ്റ് നൗണിൽ വരുന്നത്. 5ാമത്തെ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തിങ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. എന്താണ്, അതായത് കളക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം, ഒരു കൂട്ടത്തെ പൊതുവായിട്ട് പറയുന്നതാണ്. ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം. ഇപ്പൊ നമ്മള് കുറെ റോസുകളുണ്ട്, ഇതെല്ലാത്തിനും കൂടി കൂട്ടെടുത്തിട്ട് നമ്മൾ എന്ത് പറയുന്നു, എ ബഞ്ച് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ റോസുകളുടെ ഒരു കൂട്ടം, റോസുകളുടെ ഒരു കൂട്ടം. നേരത്തെ നമ്മള്, അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, അപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ, കോമൺ നൗൺ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് എന്താ, ഇപ്പൊ ഫ്ലവർ എന്ന് പറഞ്ഞാൽ, ഫ്ലവർ എന്ന് പറയുന്ന കോമൺ ആയിട്ട് എല്ലാ പൂക്കളെയും പറയുന്ന ഒരു കാറ്റഗറിയാണ് കോമൺ. പക്ഷെ ഇവിടെ എന്താണ്, അത് ഉൾപ്പെടുന്ന ഒരു സമൂഹം, ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവായിട്ട് ആ ഒരു ടോട്ടൽ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് ആണ്. അതിപ്പോ എ ടീം ഓഫ് പ്ലേയേഴ്സ് അല്ലെ, അതായത് പ്ലേയേഴ്സിന്റെ, കളിക്കാരുടെ ഒരു കൂട്ടം, മനസ്സിലാവണോ, കളിക്കാരുടെ ഒരു കൂട്ടം. ഇനിയിപ്പോ അതല്ല, റോസ്, എ ബഞ്ച് ഓഫ് റോസസ്, റോസുകളുടെ ഒരു കൂട്ടം. എ ബെവി ഓഫ് ലേഡീസ്, ലേഡീസിന്റെ ഒരു കൂട്ടം. ആ കൂട്ടത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ പറയാം, ബേബി. ഇനിയിപ്പോ ജനക്കൂട്ടത്തിനാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്രൗഡ് അല്ലെ. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്ലോക്ക്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഷീപ്പിന്റെ ഒരു കൂട്ടം, മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെപ്പോഴും ഇതിനൊക്കെ ഫ്രണ്ട് നമ്മൾ എ ബഞ്ച് ഓഫ് റോസസ്, എ ടീം ഓഫ് പ്ലേയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എ എന്നുള്ളൊരു ആർട്ടിക്കിൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ എന്താണെന്ന് ഞാൻ വരും ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ തൽക്കാലം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് എ ടീം ഓഫ് പ്ലേയേഴ്സ്, എ ബഞ്ച് ഓഫ് റോസസ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും, അതിപ്പോ പീപ്പിളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലും, അത് എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും. ഇത് വീണ്ടും നമ്മൾ പല ക്ലാസ്സുകളിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് ക്ലിയർ ആവും. അതായത് കുറച്ചുകൂടി കൂടുതൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടേ ഉള്ളൂ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അപ്പൊ നമ്മൾ ടെൻസുകളും അതേപോലെ അതിലേക്കൊക്കെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ. കളക്റ്റീവ് നൗൺ. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ നൗണുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന ഒരു സിംഗിൾ നൗൺ. മനസ്സിലാവുണ്ടോ? രണ്ടോ അതിൽ കൂടുതലോ നൗൺ അല്ലെങ്കിൽ കൂടിച്ചേർന്നുണ്ടാവുന്ന, അതായത് കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന ഒരു സിംഗിൾ നൗണിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്മാർട്ട് ഫോൺ അല്ലെ. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര സ്മാർട്ടാണ് പറയാറുണ്ട് അല്ലെ. അവൻ ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ അവൾ ഭയങ്കര സ്മാർട്ടാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ.
ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക്. അല്ല, ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി സൺ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം, സൂര്യപ്രകാശം. അല്ല, രണ്ട് വാക്കുകളാണത്. രണ്ട് വാക്ക് ചേർത്തിട്ട് മൂന്നാമതൊരു നൗൺ ഉണ്ടായി, ഫുട്, കാല്. ബോൾ എന്ന് പറഞ്ഞാൽ പന്ത് അല്ലെ, ഇത് രണ്ടും കൂടി ചേർന്ന് ഫുട്ബോൾ. മൂന്നാമതൊരു നൗൺ ഉണ്ടായി, ഒരു സിംഗിൾ നൗൺ. ഈ കോമ്പൗണ്ട് നൗൺ തന്നെ നമുക്ക് 3 രീതിയിൽ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആദ്യത്തെ കേസിൽ സ്മാർട്ട് ഫോൺ, സൺലൈറ്റ്, ഫുട്ബോൾ അല്ലെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന്റെ ഇടയ്ക്കൊന്നും എന്തില്ല, സ്പേസ് ഇല്ല. ഇതൊരു ഒറ്റ സിംഗിൾ വേർഡാണ്. ഈ രണ്ടാമത്തെ സെറ്റിൽ നോക്ക്, ഐസ് അല്ലെ, ക്രീം എന്ന് പറയുന്ന രണ്ട് വാക്ക്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എന്തുണ്ട്, ഒരു സ്പേസ് ഉണ്ട് അല്ലെ. അതുപോലെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ്, ബോർഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പം ആദ്യത്തെ കേസിൽ സ്പേസ് ഇല്ലാണ്ട് ഒരു സിംഗിൾ വേർഡ് ആയിട്ടാണ് വന്നത്. രണ്ടാമത്തെ കേസിൽ സ്പേസ് ഉണ്ട്, പക്ഷേങ്കിലും ഇതൊരു സിംഗിൾ നൗൺ ആണ് അല്ലെ. ഐസ്ക്രീം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ബ്ലാക്ക് ബോർഡ് എല്ലാവരും കണ്ടിട്ടില്ലേ? ഇപ്പൊ ബ്ലാക്ക് ബോർഡിന്റെ കാലമൊക്കെ കഴിഞ്ഞു അല്ലെ. ഇപ്പൊ വൈറ്റ് നമ്മളെ മാർക്കറൊക്കെ ഉപയോഗിച്ചുള്ള നല്ല വൈറ്റ് അടിപൊളി ബോർഡൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ രണ്ട് വാക്കുകൾ ജോയിൻ ആയി, പക്ഷെ വിത്തൗട്ട് സ്പേസ്, ഒറ്റ സിംഗിൾ വേർഡായിട്ട് സിംഗിൾ നൗൺ ആയിട്ട് അത് ഫോം ചെയ്തു. രണ്ടാമത്തെ കേസിൽ രണ്ട് വാക്കുകൾ ജോയിൻ ആയി, അതിന്റെ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, സ്പേസ് ഉണ്ട്, പക്ഷേങ്കിലും അത് ഒരു സിംഗിൾ നൗൺ ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് എന്താണ്, ഇത് കണ്ടില്ലേ, ചെക്ക് ഔട്ട്, മദർ ഇൻ ലവ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഓരോ ഹൈഫൺസ് ഉണ്ട് അല്ലെ. ഈ ഹൈഫണ്ട് കോമ്പൗണ്ട് നൗൺ ആണ്. അതായത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് നൗൺ എന്നൊക്കെ പറയും. നമ്മൾ കൂടുതൽ നമ്മൾ അതിലേക്ക് ചെല്ലുന്നില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ട് വേർഡാണ്, ചെക്ക് എന്ന് പറയുന്ന ഒരു വേർഡും ഔട്ട് എന്ന് പറയുന്ന വേറൊരു വേർഡും. ഇതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് മിഡിലായിട്ട് എന്തിട്ടുണ്ട്, ഒരു ഹൈഫൺ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ നൗൺ ആണ്. സിംഗിൾ നൗൺ ആണ്. ചെക്ക് ഔട്ട് എന്ന് പറയുന്ന സിംഗിൾ നൗൺ ആണ്. നമ്മളിപ്പോ വല്ല റിസോർട്ടിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ചെക്ക് ഇൻ, ചെക്ക് ഔട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയം, അതൊക്കെ ഒരു സിംഗിൾ നൗൺ ആണ്. പക്ഷെ ചെക്ക് എന്ന് പറയുന്ന ഒരു നൗണും ഔട്ട് എന്ന് പറയുന്ന വേറൊരു വേർഡും, ചെക്ക് എന്ന് പറയുന്ന ഒരു വേർഡും ഔട്ട് എന്ന് പറയുന്ന വേറൊരു വേർഡും ജോയിൻ ചെയ്ത് ചെക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ നൗൺ ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ മദർ ഇൻ ലോ അല്ലെ, ഇവിടെ ഹൈഫനേറ്റഡ് നൗൺ ആണിത്. ക്ലിയർ ആയോ? അപ്പൊ കോമ്പൗണ്ട് നൗൺ തന്നെ, കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ നൗൺ ആയിട്ട് മാറുന്നതാണ് കോമ്പൗണ്ട് നൗൺ. അതിൽ തന്നെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഇല്ലാത്ത രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ നൗൺ ആക്കി മാറ്റുക, പിന്നെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് വേർഡ് സ്പേസോടുകൂടി സിംഗിൾ നൗൺ ആക്കി മാറ്റുന്ന രണ്ടാമത്തെ കാറ്റഗറി. തേർഡ് വൺ ഈസ് ഹൈഫൺ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, പക്ഷെ അത് ഒരു സിംഗിൾ നൗൺ ആണ്. ഇനി അടുത്ത കാറ്റഗറി വരുന്നത് കൗണ്ടബിൾ നൗൺ. കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എണ്ണയാണ് അല്ലെ. കൗണ്ടബിൾ നൗൺ, ആ വേർഡ് തന്നെ അത് വ്യക്തമാണ്. അതായത് കൗണ്ടഡ് ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ എന്താ, ഈ രീതിയിലുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നത്, തിങ്സിൽ തന്നെ നമുക്ക് എണ്ണിയിട്ട് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ് കൗണ്ടബിൾ നൗൺ. ഇപ്പൊ ആപ്പിൾ, ഇത്ര ആപ്പിൾ ഉണ്ട് നമുക്ക് എണ്ണിക്കൂടെ. ബസ്, ഇത്ര ആപ്പിൾ ബസ്സുകൾ ഉണ്ടോ നമുക്ക് എണ്ണി പറയാൻ പറ്റും അല്ലെ. പെൻ എണ്ണി പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, അൺകൗണ്ടബിൾ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. വാട്ടർ അല്ലെ, അല്ലെങ്കിൽ വെള്ളം, ഇത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? നെവർ. സോൾട്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? നോളജ്. ഒരാൾ അബ്സ്ട്രാക്ട് ക്വാളിറ്റിയും എന്തിൽ പെടും, അൺകൗണ്ടബിളിൽ പെടും കേട്ടോ. നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ട് നോൺ പറഞ്ഞു അല്ലെ, ക്വാളിറ്റീസ്, കറേജ്, വിസ്ഡം, നോളജ് ഒക്കെ അബ്സ്ട്രാക്ട് നോണിൽ പെടുന്നതാണ്. ഈ അബ്സ്ട്രാക്ട് ക്വാളിറ്റിയും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളതിനെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് മെയിൻ ടൈപ്സ് ഓഫ് നൗൺസ്? കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത്, ജനറൽ നെയിം ഫോർ എ പേഴ്സൺ, പ്ലേസ്, തിങ്, എക്സെട്ര അല്ലെ. മനുഷ്യൻ അല്ലെങ്കിൽ മൃഗങ്ങൾ, പൂക്കൾ, അധ്യാപകർ, നദികൾ, ഇതൊക്കെ എന്താണ്, കോമൺ ആയിട്ട് നൗൺ ആണ്. അതിൽ തന്നെ ഇപ്പൊ നദികൾ കോമൺ നൗൺ ആണെങ്കിൽ നൈൽ അല്ലെങ്കിൽ ഗംഗ, യമുന എന്നൊക്കെ പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് പേര് കൊടുത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അത് പ്രോപ്പർ നൗൺ ആയത്. ഇപ്പൊ മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പക്ഷെ എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, പ്രോപ്പർ നൗൺ ആയി. മൗണ്ടെയിൻ കോമൺ നൗൺ ആണെങ്കിൽ എവറസ്റ്റ് എന്താ, പ്രോപ്പർ നൗൺ ആണ്. നെക്സ്റ്റ് വൺ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ക്വാളിറ്റി അല്ലെങ്കിൽ ഐഡിയാസ്, സ്റ്റേറ്റ് ഓഫ് പേഴ്സൺ, ഇതൊക്കെ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമ്മളെ 5 പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് പെർസീവ് ചെയ്യാൻ പറ്റാത്ത, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റീസ്
അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് നൗൺ. ഇപ്പൊ നോളജ് അല്ലെങ്കിൽ കറേജ്, വിസ്ഡം, ക്രൂവൽ, കൈൻഡ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് ഒരാളെ ക്വാളിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല അല്ലെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് അബ്സ്ട്രാക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് ടച്ച് ചെയ്യാൻ, സീൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം എന്തിൽ വരുന്നതാണ്, കോൺക്രീറ്റ് നൗണിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, തിങ്, എക്സെട്ര ഇൻടു എ സിംഗിൾ യൂണിറ്റ്. അതായത് ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടത്തെ, ഒരു കൂട്ടം, അതാണ് ഉദ്ദേശിക്കുന്നത്. എ പഞ്ച് ഓഫ് റോസസ്, റോസുകളുടെ ഒരു കൂട്ടം. എ ടീം ഓഫ് പ്ലേയേഴ്സ്, കളിക്കാരുടെ ഒരു കൂട്ടം. എ ബേബി ഓഫ് ലേഡീസ്, അല്ലെ, ബേബി ഓഫ്. അപ്പം ഇത് കുറച്ച് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. ഈ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന സാധനം എല്ലാവരെയും ഒരേ വേർഡ് വെച്ചല്ല നമ്മൾ എല്ലാ സാധനങ്ങളെയും പറയാം. അതിന് ഓരോന്നിനും ഓരോന്നുണ്ട്. ഓക്കെ. അപ്പൊ ക്രൗഡ് എന്ന് പറഞ്ഞാൽ അത് ജനക്കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ബഞ്ച് ഓഫ് റോസസ്, അതുപോലെ ബഞ്ച് ഓഫ് കീസ് എന്ന് നമുക്ക് പറയാം. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം. ടീം, എ ടീം ഓഫ് പ്ലേയേഴ്സ്, അല്ലെ. ഇനിയിപ്പോ ക്ലസ്റ്റർ അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്, എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. അങ്ങനെ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ഇനി ഫ്ലോക്ക് ആണെങ്കിൽ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അല്ലെ. ഇനിയിപ്പോ അതല്ല, നമ്മൾ കന്നുകാലികളുടെ ഒരു കൂട്ടാണ് പറയുന്നത്, ഹേർഡ് ഓഫ് ആനിമൽസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ കുറെ കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അതൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ നമുക്ക് വേണം കളക്റ്റീവ് നൗൺസ് പഠിക്കാൻ കേട്ടോ. ഇപ്പൊ ജസ്റ്റ് നിങ്ങളിത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വൺ കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വേർഡുകൾ ചേർന്ന് ഒരു സിംഗിൾ നൗൺ ആയിട്ട് മാറാം. ആ കോമ്പൗണ്ട് നൗൺ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വിത്തൗട്ട് സ്പേസ്, വിത്ത് സ്പേസ്, ഹൈഫൺ. പക്ഷെ അതെല്ലാം ഒരു സിംഗിൾ നൗൺ ആയിരിക്കും. ഇനി ലാസ്റ്റ് വൺ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നത്, അൺകൗണ്ടബിൾ ആണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്. അപ്പൊ ഇത്രയും നൗൺസ് ആണ് നമ്മൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. നൗൺസ് എന്ന് പറയുമ്പോൾ നാമങ്ങളിൽ നമ്മൾ ഇത്രയും എങ്കിലും അവെയർ ആയിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഫസ്റ്റ് സെന്റൻസ് ഇതിൽ നോക്കൂ. ജിനാൻ ലോസ് ഹിസ് മദർ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്, അല്ലെ. ഇതിൽ ഞാൻ 2 വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ജിനാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡ് ആണ്. ജിനാൻ ലോസ് ഹിസ് മദർ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അതായത് ജിനാൻ അവന്റെ അമ്മയെ അവന്റെ ബാല്യത്തിൽ തന്നെ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ജിനാനും ചൈൽഡ്ഹുഡും ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെ. ഈ ജിനാൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്. ഓക്കെ. ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കൂ. ജിനാൻ ലോസ് ഹിസ് മദർ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അതായത് ജിനാൻ അവന്റെ അമ്മയെ അവന്റെ ബാല്യത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ. അപ്പൊ ഇവിടെ ഈ ജിനാൻ എന്നൊരു വേർഡ് ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെ. ജിനാൻ. അതേപോലെ ഇവിടെ ചൈൽഡ്ഹുഡ്. ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജിനാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേരാണ്, ഒരാളുടെ പേരാണ്, അല്ലെ. ഒരാളുടെ പേര് സ്പെസിഫിക് ആയിട്ട്. അപ്പൊ സ്പെസിഫിക്, ജനറൽ എന്നുള്ള 2 ടേം ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേര് പറയാണ്. അപ്പൊ ഇത് ഏത് നൗണിൽ വരും? ഒന്ന് ആലോചിക്കൂ. ഏതിലാ വരിക? പ്രോപ്പർ നൗൺ, അല്ലെ. ഏത് നൗണിലാ വരിക? പ്രോപ്പർ. ഒരാളെ പേരായതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? പ്രോപ്പർ നൗണിലായിരിക്കും അത് വരിക. ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. അതായത് അവന്റെ ബാല്യത്തിലെ അവന്റെ അമ്മയെ അവന് നഷ്ടപ്പെട്ടു. ബാല്യത്തിൽ, ചൈൽഡ്ഹുഡിൽ തന്നെ അവന്റെ അമ്മയെ അവന് നഷ്ടപ്പെട്ടു, അല്ലെ. അപ്പൊ ഇത് നമുക്ക് നമ്മളെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏത് നൗണിലായിരിക്കും വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോമൺ ആണോ? എന്തെങ്കിലും ഗ്രൂപ്പിനെയാണോ അത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണല്ലേ അത്? സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ആണ്, അല്ലെ. അതായത് അവന് ചെറുപ്പത്തിൽ തന്നെ, അവന്റെ ചൈൽഡ്ഹുഡിൽ തന്നെ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഏതിൽ വരും? ഏത് കാറ്റഗറിയിലാ വരിക? അബ്സ്ട്രാക്റ്റ് നൗൺ, അല്ലെ. അബ്സ്ട്രാക്റ്റ് നൗൺ. ക്ലിയർ ആയോ? ഇപ്പൊ ജിനാൻ എന്ന് പറയുന്നത് ഒരാളെ പേരായതുകൊണ്ട് പ്രോപ്പർ നൗൺ ആയിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ചൈൽഡ്ഹുഡ്, ബാല്യം, അത് എന്താണ്? അബ്സ്ട്രാക്റ്റ് നൗൺ. ഇനി അടുത്ത കാറ്റഗറി ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഇന്ത്യൻ സോൾജേഴ്സ് ഫോർട്ട് ബ്രേവ്ലി അറ്റ് കാർഗിൽ. അതായത് കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ സോൾജേഴ്സ് അവിടെ വളരെയധികം ധൈര്യത്തോടു കൂടി എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു, അല്ലെ. സോൾജേഴ്സ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിക്കൂ. സോൾജേഴ്സ് ഒരു പട്ടാളക്കാരനെയാണോ പറയുന്നത്? അല്ല, പട്ടാളക്കാരൻ മൊത്തമാണ് പറയുന്നത്, അല്ലെ. എത്ര പട്ടാളക്കാരുണ്ടെന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ പേര് പറയുന്നില്ല. കോമൺ ആയിട്ട് എന്താ പറയുന്നത്? സോൾജേഴ്സ് എന്നാണ്. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ വരും? യെസ്, ഇത്
കോമൺ നൗൺ. ഇനി ബ്രേവിലി. ബ്രേവിലി എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു അബ്സ്ട്രാക്ട് ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അദ്ദേഹമല്ല, സോൾജേഴ്സിന്റെ എല്ലാ പട്ടാളക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ധൈര്യപൂർവ്വം കാർഗിൽ വാറിൽ ഫോർട്ട് ചെയ്തിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ബ്രേവിലി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്വാളിറ്റിയാണ്. സോ ഈസി ആയിട്ട് നമുക്ക് പറയാം ബ്രേവിലി എന്ന് പറയുന്നത് ഏത് നൗണാണ്? അബ്സ്ട്രാക്ട് നൗണാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇനി ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി. ഹോണസ്റ്റി എന്ന് പറയുന്നത് എന്താ? സത്യസന്ധത അല്ലെ. അതെന്ന് പറയുന്നത് അത് ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി. അപ്പൊ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ്. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ്. അതായത് ഒരാളുടെ ക്വാളിറ്റി ആണെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സെൻസ് ഓർഗൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സത്യസന്ധത നമുക്ക് തൊട്ടിട്ടോ കണ്ടിട്ടോ മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് ഏതിൽ വരും? ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി. അപ്പൊ ഈ ഹോണസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഹോണസ്റ്റി നെക്സ്റ്റ്, അവർ ടീം വർക്ക്ഡ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. അല്ലെ, നമ്മളെ ടീം ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരുപാട് നേരം ഞങ്ങളുടെ ടീം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു. അവർ ടീം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയുന്നു. അത് ഏത് നൗണിലാ വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണത്? പറയൂ, ഏതാണ്? ഏത് നൗണാണ്? അവർ ടീം അല്ലെ. ഒരാളെ മാത്രമല്ല പറയുന്നത്, പിന്നെ അവർ ടീം എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അത് ഏത് നൗണിൽ വരും? കളക്റ്റീവ് നൗൺ. ഏതാണ്? കളക്റ്റീവ് നൗൺ. സെയിം അതുപോലെ തന്നെ അവർ സ്റ്റാഫ്, അതും ഒരു ടീമാണ് അല്ലെ. മാനേജ് എവറിത്തിങ് സ്മൂത്ത്ലി. അവർ സ്റ്റാഫ് മാനേജ് എവറിത്തിങ് സ്മൂത്ത്ലി. സ്റ്റാഫ് എന്ന് പറയുന്നത് ഏതാണ്? അഗെയിൻ കളക്റ്റീവ് നൗൺ. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് ഏത് ടൈപ്പ് നൗൺ ആണെന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മള് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു ഫസ്റ്റ് സെക്ഷൻ 8 ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതില് ആദ്യത്തെ കാറ്റഗറി ആയ നൗണിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൊനൗൺ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാനിനി വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഈ ഓരോ ക്ലാസ്സിന്റെയും അവസാനം ഞാനൊരു കാര്യം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടങ് അല്ലെ. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാനും ഇഷ്ടമാണ്, സംസാരിക്കാനും ഇഷ്ടമാണ്. പക്ഷെ പലരും അതിന് ശ്രമിക്കാറുമില്ല. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയുമായിരിക്കും, എന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കോമൺ ആയിട്ട് നമ്മൾ സംസാര ഭാഷയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷൻ, സംസാരിക്കാൻ. അതാണ് ഞാൻ ഈ ഒരു ഇംഗ്ലീഷ് ടങ് എന്ന് പറയുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ ക്ലാസ്സിന്റെയും അവസാനം നമുക്ക് ഡെയിലി എന്നല്ല, ഓരോ ക്ലാസ്സിലും നമുക്കൊരു 5 സെന്റൻസ് വീതം ജസ്റ്റ് ഒന്നിങ്ങനെ പഠിച്ചു പോകാം. കുറേ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിക്കോളും. ഓക്കെ, റെഡി അല്ലേ അല്ലേ? റെഡിയാണോ ഇംഗ്ലീഷ് സംസാരിക്കാൻ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ, അതിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അത് കുറച്ചുകൂടി നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ പറയുകയാണെങ്കിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. വെസ്റ്റേൺ സ്റ്റൈലിൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പറയാം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സിറ്റുവേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ടങ്ങിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ, ലെറ്റ് ഇറ്റ് ബി സോ. ലെറ്റ് ഇറ്റ് ബി സോ. ലെറ്റ് ഇറ്റ് ബി സോ. എന്താ അതിന്റെ മീനിങ്? അങ്ങനെ ആവട്ടെ. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും നമ്മളോട് പറയാണ്, നമുക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണോട്ടെ. അപ്പൊ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണോട്ടോ, ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഇത്ര സമയം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളും കുറച്ച് ഇംഗ്ലീഷിൽ അവരോട് മറുപടി പറയാം. ഓ ഓക്കെ മാഡം, ലെറ്റ് ഇറ്റ് ബി സോ. ആയിക്കോട്ടെ മാഡം, അങ്ങനെ ആവട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ. വെസ്റ്റേൺ സ്റ്റൈലൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലുവൻ്റ് ആയിട്ട്, ഓ ലെറ്റ് ഇറ്റ് ബി സോ, അങ്ങനെ ആവട്ടെ മാഡം അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇറ്റ്സ് അപ് ടു യു.
ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പൊ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് അഡ്വൈസ് ചെയ്യണം. നമുക്ക് എല്ലാ കാര്യത്തിനും ഇപ്പൊ അഡ്വൈസ് കൊടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല അല്ലെ. എടാ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, എനിക്ക് ഇങ്ങനെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് ഒരു അഡ്വൈസ് അയാൾക്ക് കൊടുക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ നമ്മൾ പറയും അത് നീ അങ്ങ് തീരുമാനിക്കണം അല്ലേ, അത് നീ അങ്ങ് തീരുമാനിക്കുക, നിന്റെ ആ പ്രോബ്ലംസ് നീ വിചാരിച്ചാൽ മാത്രമേ സോൾവ് ആവുള്ളൂ, അത് നീ അവിടെ തീരുമാനം, ഇറ്റ്സ് അപ് ടു യു. കണ്ടില്ലേ, ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇറ്റ്സ് അപ് ടു യു, നീ അത് ഡിസൈഡ് ചെയ്യടാ, ഇറ്റ്സ് അപ് ടു യു അല്ലെ, നീ അത് തീരുമാനിക്കുക. അല്ലാതെ അതിലിപ്പോ എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഇറ്റ്സ് അപ് ടു യു. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ, രണ്ട് സെന്റൻസ് നിങ്ങൾ പഠിച്ച്. എന്താണെന്ന് ലെറ്റ് ഇറ്റ് ബി സോ, അത് അങ്ങനെ ആവട്ടെ. ഇറ്റ്സ് അപ് ടു യു, അങ്ങനെ തീരുമാനിക്കുക. ഇറ്റ്സ് അപ് ടു യു. ഇനി മൂന്നാമത്തെ, ഇറ്റ് ഡസൻ വർക്ക് അല്ലെ, ഇറ്റ് ഡസൻ വർക്ക്. അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ഒരാള്, ഇപ്പൊ നമ്മളെ ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മളോട് ഒരാൾ ഒന്ന് പറയണം, നമുക്കത് എങ്ങനെയൊക്കെ ഉണ്ട്, നീ ഇത് ചെയ്തു തരണം കേട്ടോ. നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം, അത് നടക്കുന്ന കാര്യമല്ല മോനെ, ഇറ്റ് ഡസൻ വർക്ക്, നീ സ്ഥലം വിട്, നീ സ്ഥലം കാലിയാക്ക്, ഇറ്റ് ഡസൻ വർക്ക്, ഇത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, ഇറ്റ് ഡസൻ വർക്ക്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് ടങ് എന്ന് ഞാൻ അതിന് പേര് കൊടുത്ത് നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ ഇതേപോലെ കുറച്ച് വാക്കുകളല്ല, കുറച്ച് സെന്റൻസുകൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് കൂടിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാലും അങ്ങനെ ആവട്ടെ അല്ലെ, ലെറ്റ് ഇറ്റ് ബി സോ. ഇനി നിങ്ങൾ അങ്ങനെ ആവട്ടെ എന്നല്ലേ പറയാ, എന്താ പറയാ, ലെറ്റ് ഇറ്റ് ബി സോ. ആയിക്കോട്ടെ, നടക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയാ. അതൊന്നും നടക്കില്ല, അത് ആ പരിപാടി ഇവിടെ നടക്കില്ല, നീ സ്ഥലം വിട്, ഇറ്റ് ഡസൻ വർക്ക്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും, ഇറ്റ് ഡസൻ വർക്ക്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഹാർഷായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയാം കുറച്ച് ഇംഗ്ലീഷിലൊക്കെ, ഇറ്റ് ഡസൻ വർക്ക്, നടക്കില്ല മോനെ, അല്ലെങ്കിൽ നടക്കില്ല അല്ലേ. ഇനി നാലാമത്തെ സെന്റൻസ് നോക്കൂ, സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്. സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് എന്താണ്? മനസ്സ് തുറന്ന് സംസാരിക്കുക. പലരും ചെയ്യാത്ത കാര്യങ്ങൾ അതാണ് അല്ലെ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കാരണവന്മാരൊക്കെ നമ്മളോട് പറയും, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറേ റിലീഫ് ആവും, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നന്നായിട്ട് റിലാക്സ്ഡ് ആവും. അപ്പൊ നമ്മളോട് ആരെങ്കിലും ഒരു ടെൻഷൻ പറയാണ്, പക്ഷെ അയാളാണെങ്കിൽ അത് മുഴുവനായിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹി ഓർ ഷീ ഈസ് സഫറിങ് അല്ലെ, എന്തോ ഒരു കാര്യം അവര് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സങ്കടം അവരിലുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറയണം, നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം, നിന്റെ പ്രശ്നങ്ങൾ തീരും. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ ഭാര്യനോട് പറയാണ്, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാണ്, നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. എന്താ നിന്റെ മൈൻഡിനകത്ത്? സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്. ഓ ഡിയർ, സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്. നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക, എന്നാൽ തന്നെ എല്ലാ പ്രോബ്ലവും എന്ത് ചെയ്യും? സോൾവ് ആവും. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് വൺ, ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. സ്റ്റിക്കിന് പകരം നമുക്ക് ഹാങ് യൂസ് ചെയ്യാം കേട്ടോ. ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. എന്താ ഇപ്പൊ കുട്ടികളൊക്കെ, ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്, ബെല്ലടിച്ചിട്ട് ആരും ക്ലാസ് കയറുന്നില്ല അല്ലെ. അപ്പൊ അധ്യാപകർ വടിയെടുത്ത് വന്ന് കയറി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കരുത്, ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ, കയറടാ അത്തേ കയറി, ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടി നോക്കാം അല്ലെ. ലെറ്റ് ഇറ്റ് ബി സോ. അങ്ങനെ ആവട്ടെ. ഇറ്റ്സ് അപ് ടു യു, അത് നിങ്ങൾ തീരുമാനിക്കുക. ഇറ്റ് ഡസൻ വർക്ക്, നടക്കുന്ന കാര്യമല്ല. സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്, മനസ്സ് തുറന്ന് സംസാരിക്കാം. ഡോണ്ട് സ്റ്റിക്ക് അറൗണ്ട് ഹിയർ, ഇവിടെ ചുറ്റി കറങ്ങരുത് അല്ലെ. നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിന്റെയും എൻഡില് ഇതേപോലെയുള്ള കോൺവെർസേഷൻസ് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കോൺവെർസേഷൻസ് പഠിച്ചു പോവാം. എന്താണ്, നിങ്ങൾ റെഡി അല്ലേ? ആർ യു റെഡി അല്ലെ? നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ലെ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ദാറ്റ്സ് ഗ്രേറ്റ്. വാട്ട്സ് ദ മാറ്റർ? ഐ ഡോണ്ട് നോ. വാട്ട്സ് യുവർ പ്രോഗ്രാം? ലെറ്റ്സ് ഗോ. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധാരണമായിട്ടുള്ള കുറേ കോൺവെർസേഷൻസ് ആണ്. അപ്പൊ നമുക്കത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പഠിച്ച് പോവാം. ഓക്കെ, കുറെ. അപ്പൊ ഈ കോൺവെർസേഷൻ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയോ? വേർഡ് പവർ ഉണ്ടാവും. വേർഡ് പവർ എന്ന് പറഞ്ഞാൽ കുറെ വാക്കുകൾ. നമുക്ക് ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് എല്ലാവർക്കും കുറെ ഗ്രാമറുകളൊക്കെ അറിയായിരിക്കാം, പക്ഷെ വേർഡ് പവർ ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ സ്റ്റക്ക് ആവും നമ്മളവിടെ സ്റ്റക്ക് ആവും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ്, വാക്കുകൾ കിട്ടണം അല്ലെ. ഇംഗ്ലീഷിലുള്ള വാക്കുകൾ കിട്ടണം, വേർഡ് പവർ ഉണ്ടാവണം. വേർഡ് പവർ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റക്ക് ആവും. അപ്പൊ ഈ കോൺവെർസേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും? കുറെ വേർഡ് പവർ കിട്ടും. ഓക്കെ,
അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സിന്റെയും എൻഡിൽ ഞാൻ ഇതുപോലെ കൂടുതലൊന്നുമില്ല, ഒരു 5 സെന്റൻസുകൾ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 5-6 കോൺവെർസേഷൻസ് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്റെ കൂടെ പോയാം. ഓക്കെ അല്ലേ? ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകൾ. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയണം, എടാ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോവാം എന്ന് പറയാം, ജസ്റ്റ് നമ്മൾ പറയാം കമോൺ ലെറ്റ്സ് ഗോ, അല്ലെ? ലെറ്റ്സ് ഗോ. എത്ര സിമ്പിൾ ആണ്, നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. ഐ എം സോറി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. എന്താണ് ഐ എം സോറി? എന്തെങ്കിലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചേക്കടാ, ഐ എം സോറി നമ്മൾ പറയുന്നതാണ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ആകെ കണ്ടിട്ട് സ്റ്റണ്ണായി അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി, അല്ലെ? നമ്മൾ അത്ഭുതപ്പെട്ടു പോയി ഞാനത് കണ്ടിട്ട്. അത് തന്നെ ഇംഗ്ലീഷുകാർ വെസ്റ്റേൺ സ്റ്റൈലിൽ പറയുകയാണെങ്കിലോ ഐ വാസ് ഫ്ലാബർകാസ്റ്റഡ്, ഐ വാസ് ഫ്ലാബർകാസ്റ്റഡ്, ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല ശൈലികളും സെന്റൻസുകളും കോൺവെർസേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. Until then, goodbye.